എല്ലാവർക്കും നമസ്കാരം. നമുക്ക് പറയാം ചിലതൊക്കെ മാറ്റാനാകില്ലെന്ന്. പലരും പറയുന്നു, നീ കർമ്മത്തിന്റെ കെട്ടാണ്, അതിനെ എന്ത് മാറ്റാൻ പറ്റും? പക്ഷേ ഈശ്വരൻ ഉണ്ട് എന്ന സത്യം നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് നിങ്ങളുടെ ആത്മാവിനെ സ്പർശിക്കും. ഇതൊരു ശബ്ദം മാത്രമല്ല, ദൈവം നിന്നോട് പറയുന്ന മറുപടിയാണ്. ഒന്നാമതായി, കർമ്മം ഒരു നിയമം ആണെങ്കിൽ ദൈവം ഒരു കരുണയാണ്. കർമ്മഫലം നീ എഴുതിയതാണ്, പക്ഷേ അതിന് മുകളിലായി നിൽക്കുന്ന ശക്തിയാണ് ദൈവം. നിന്റെ ചെയ്തികൾക്കനുസരിച്ച് ദുഃഖം വന്നേക്കാം, പക്ഷെ നീ ഭക്തിയോടെ പ്രാർത്ഥിച്ചാൽ ദൈവം അതുപോലും നശിപ്പിക്കുമോ എന്ന് കേട്ടില്ല. പകരം അത് തിരുത്തും. നീ അനുതാപത്തോടെ തിരിഞ്ഞു നിൽക്കുമ്പോൾ ദൈവം കാത്തിരിക്കുകയാണ്. കാരണം ദൈവം ശിക്ഷിക്കാൻ അല്ല, മോചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവനാണ്. രണ്ടാമതായി, ദൈവം ഇടപെടുന്നത് ശുദ്ധ മനസ്സിനെ. നിന്റെ ഹൃദയം ശുദ്ധമാണെങ്കിൽ ദൈവം അതിനോട് പ്രതികരിക്കും. പലരും പറഞ്ഞു, ഞാൻ അത്ര പാപം ചെയ്തു, എനിക്ക് മോക്ഷമുണ്ടാകില്ല. പക്ഷെ മനസ്സിലാക്കണം, കർമ്മ ഒരു കള്ളല്ല, അത് തിരുത്താനാവുന്നതാണ്. ദൈവം കാണുന്നത് നീ എത്ര തെറ്റ് ചെയ്തു എന്ന് മാത്രമല്ല, പകരം നീ എത്ര മനസ്സോടെ തിരിച്ചു വരുന്നു എന്നതാണ്. മൂന്നാമതായി, ദൈവം കഴിയും കർമ്മ മാറ്റാൻ. ജീവിതത്തിൽ പലരെയും നമ്മൾ കാണും. ഒരു കാലത്ത് തകർന്നു പോയവരെ, പിന്നെ അത്ഭുതകരമായി ഉയർന്നവരെ. അത് വെറും ഭാഗ്യമല്ല, അത് ദൈവ ഇടപെടലാണ്. ഒരമ്മയ്ക്ക് പോലെ ദൈവം നമ്മൾ പൊഴിഞ്ഞപ്പോൾ കൈ പിടിപ്പിച്ചു, കൂട്ടിച്ചേർക്കും. കർമ്മം തെറ്റിച്ച പാതയിൽ നിന്നും ഉദ്ധാരണം ചെയ്യും. നാലാമതായി, ആത്മവിശ്വാസം വെക്കുക. ദൈവം കരുതുന്നവരാണ്. നമുക്ക് ഭയം തോന്നും, പക്ഷെ ദൈവം പറയുന്നു, നിന്റെ കർമ്മം ഞാൻ നോക്കിക്കൊള്ളാം, നീ നിന്റെ അടിയിലേക്ക് വാ. ഒരു കുഞ്ഞു നനഞ്ഞ ചില്ലകളിൽ നടക്കുമ്പോൾ അമ്മയുടെ കൈ പിടിച്ചാൽ അവൻ വീഴില്ല. അതുപോലെ ദൈവം നിന്നോട് പറയുന്നത്, നീ കരയാതെ എന്റെ പേര് വിളിക്കൂ. അഞ്ചാമതായി, കർമ്മം നിങ്ങളെ മാറ്റേണ്ടത് അല്ല, നീ മാനസികമായി മാറിയാൽ ദൈവം നിന്നെ മാറ്റും. നീ തന്നെ കർമ്മത്തെ കീഴടക്കാൻ പോകുന്നില്ല, പക്ഷെ നീ ദൈവത്തിന്റെ ദാസനായി മാറുമ്പോൾ ദൈവം തന്നെ കർമ്മഫലത്തെ ദയാ വെച്ചുകൊണ്ട് മാറ്റും. പൂർണമായ ഒരു ഉണർവ്, പുതിയൊരു ജീവിതം, അത് ഇന്ന് തന്നെ ആരംഭിക്കാം. ഇന്ന് നിങ്ങൾ കേട്ടത് ഒരു കർത്തവ്യമാണ്. നിന്റെ മനസ്സിൽ ശുദ്ധിയുണ്ടെങ്കിൽ ദൈവം നിന്നെ കൈവിടുന്നില്ല. ദൈവത്തിൽ അടുക്കൂ, കർമ്മം കുറവായിരിക്കും. ജീവിതത്തിൽ പുതിയ പ്രഭാതം വരും. നിനക്കായി ദൈവം കരുതിയിരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. കൂടാതെ നിങ്ങളുടെ ഇഷ്ട സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നന്ദി.